അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ ആയത്തിന്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ആ ക്ലാസിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് ഏതാനും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിനെന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ഇവിടെ ആദം നബി അലൈഹിസ്സലാമക്ക് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞതിലെ ആ സുജൂദ് അത് ആരാധനയുടെ സുജൂദ് അല്ലായിരുന്നു എന്നും മറിച്ച് അത് ഒരു അഭിവാദനത്തിന്റെയും ആദരവിന്റെയും ഒക്കെ രൂപത്തിലുള്ള ഒരു സുജൂദായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചു. സഹോദരങ്ങളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതായത് മനുഷ്യന് മലക്കുകളെക്കാൾ ശ്രേഷ്ഠത ചില വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന വിഷയം. അതിന്റെ ഒരു തെളിവാണ് ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമക്ക് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ അല്ലാഹു ആണ് കൽപ്പിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമെ ആദരിക്കലാണ്. അത് മാത്രമല്ല, ഈ ആദരവിന്റെ ചരിത്രവും മഹാത്മ്യവും ഒക്കെ ആദം സന്തതികളെ അള്ളാഹു അറിയിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മുതൽ മലക്കുകൾക്ക് മനുഷ്യനുമായി ആദമിന്റെ സന്തതികളുമായി സുദൃഢമായ ബന്ധമാണുള്ളത്. ഈ ബന്ധം ആദം നബി അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പ് മുതൽ തുടങ്ങുന്ന ഒരു ബന്ധമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ സംരക്ഷണം അത് ഒരു ബാധ്യതയായി ഏറ്റെടുക്കുന്നത് മലക്കുകളാണ്. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയിരുന്നത് അത് മലക്കുകളായിരുന്നു. ഇത് ആദം അലൈഹിസ്സലാമയുടെ മക്കളിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ പോലുള്ള ആളുകളിലേക്ക് ഈ ഒരു രീതി അത് നിലനിർത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. മനുഷ്യന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നതിന് വേണ്ടി മലക്കുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകുന്നതും അതും സഹോദരങ്ങളെ മലക്കുകളാണ്. അങ്ങനെ മലക്കുകൾക്ക് മനുഷ്യനുമായി ഏതു മേഖലയിലും ഓരോ ചുമതലകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മരണത്തിന് ശേഷം ഖബറിലും മഹ്ശറിലും അതുപോലെ തന്നെ പരലോക ഭവനത്തിലും ഈ മനുഷ്യനുമായുള്ള മലക്കുകളുടെ ബന്ധം അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സഹോദരങ്ങളെ, മലക്കുകൾക്കാണോ അതല്ല മനുഷ്യന്മാർക്കാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന വിഷയം. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യരെക്കാൾ മലക്കുകൾക്കാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന വിഷയത്തിൽ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എന്ന്. ഇത് പറഞ്ഞ ചില വിഷയങ്ങളെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇബ്നു കസീർ റഹിമഹുല്ലാ എഴുതുകയാണ്, ഈ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള വാദം അത് ഹാഫിദ് ഇബ്നു അസാകിർ തന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ആ വിഷയം? ഉമയ്യത്ത് ബിൻ അംർ റഹിമഹുല്ലയുടെ ജീവചരിത്രത്തിൽ ആ ഗ്രന്ഥകാരൻ എഴുതിയതായി ഇബ്നു കസീർ റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ്. എന്താണ് ആ സഹോദരങ്ങളെ ആ ചരിത്രം? ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ സദസ്സിൽ അദ്ദേഹം സന്നിഹിതനായി. രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ സദസ്സിൽ അദ്ദേഹം സന്നിഹിതനാവുകയാണ്. അവിടെ ഒരു സംഘം പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുകയാണ്, അവിടെ അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠർ അത് മനുഷ്യരിലെ ആദരണീയരാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം അതിന് പ്രമാണമായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് സൂറത്തുൽ ബയ്യിനയിലെ 7-ാമത്തെ ആയത്ത് ഓതുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമർ എന്ന ഈ ആയത്ത് അദ്ദേഹം ഓതിയപ്പോൾ ഉമയ്യത്ത് ബിൻ അംർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വാദത്തെ ശരിവെക്കുകയാണ്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന അറാഖ് ബിൻ മാലിക് റഹിമഹുല്ല പറയുകയാണ്, അള്ളാഹുവിങ്കൽ ഏറ്റവും ആദരണീയർ അത് മലക്കുകളാണ്. അവർ അവന്റെ 2 ഭവനങ്ങളുടെയും സേവകന്മാരാണ്, പ്രവാചകന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ട അവന്റെ ദൂതന്മാരുമാണ് എന്ന്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ വാദത്തിന് രേഖയായിക്കൊണ്ട് അദ്ദേഹം സൂറത്തുൽ അറാഫിലെ 20-ാമത്തെ ആയത്ത് ഓതുകയാണ്. അതായത് പിശാച്
ആദം നബി അലൈഹി സ്വലാമിയെ സ്വർഗത്തിൽ വെച്ച് വഴിതെറ്റിക്കുവാനായി പറഞ്ഞ ആ ഒരു ഭാഗം അവൻ പിശാച് പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഇരുവരെയും വിലക്കിയിട്ടുള്ളത് നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരുമെന്നത് കൊണ്ടോ നിങ്ങൾ ഇവിടെ നിത്യവാസികളായി തീരുമെന്നത് കൊണ്ടോ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്ന അർത്ഥം വരുന്ന ആ ആയത്ത് സൂറത്ത് അഹ്റാഫിലെ 20-ാമത്തെ ആയത്ത് അവിടെ ഓതുകയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ആ സദസ്സിലുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ കഅബ് റഹിമഹുല്ല എന്ന പണ്ഡിതനോട് ചോദിക്കുകയാണ്, ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. 2 വാദങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ്. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, അള്ളാഹു ആദമിനെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചു, തന്റെ ആത്മാവിൽ നിന്ന് അദ്ദേഹത്തിൽ ഊതി, അദ്ദേഹത്തിന്റെ മുന്നിൽ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു, അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്ന് ദൂതന്മാരെയും നബിമാരെയും മലക്കുകൾ സന്ദർശനം നടത്തുന്ന മറ്റു മഹത്തുക്കളെയും സൃഷ്ടിച്ചു. ഇவ்விധം അള്ളാഹു മനുഷ്യനെയാണ് അത്യധികം ആദരിച്ചിട്ടുള്ളത് എന്ന്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തെളിവുകളൊന്നും കൂടാതെ തന്നെ പിന്നീട് അതൊന്നും ചോദ്യം ചെയ്യാതെ അദ്ദേഹം അതിനെ ശരിവെക്കുകയാണ് ചെയ്തത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ ചില സ്വഹാബികളും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുള്ളത് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന്. ആ സമയം ഒരാൾ ചോദിക്കുകയാണ്, അപ്പോൾ ജിബ്രീലും മീകായിലും അവരുടെയൊക്കെ കാര്യം എന്താണ് എന്ന് അതിനെ മറുഭാഗമായി കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. ആ സമയം അദ്ദേഹം ചോദിച്ചയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീലും മീകായിലും എന്താണെന്നറിയാമോ നിനക്ക്? സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ കീഴ്പ്പെടുത്തപ്പെട്ട സൃഷ്ടികൾ മാത്രമാണ് അവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ തന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായി മറ്റൊരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. സഹോദരങ്ങളെ, ഇത് ഇമാം ഹാക്കിം തന്റെ മുസ്തദ്രക്കിൽ സ്വഹീഹായി ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടാണ്. എന്നാൽ ഇതെല്ലാം സഹോദരങ്ങളെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായ കാര്യം, പണ്ഡിതന്മാർ പ്രത്യേകമായി ഉണർത്തിയിട്ടുള്ള കാര്യം, മനുഷ്യരിൽ നിന്ന് മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളത് അത് മനുഷ്യരിലെ സ്വാലിഹുകളും അമ്പിയാക്കന്മാരും മാത്രമാണ് എന്നാണ്. എല്ലാ മുഅ്മിനുകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം. സഹോദരങ്ങളെ, ഈ അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അത് മനുഷ്യരാണോ മലക്കുകളാണോ ഉത്കൃഷ്ടർ എന്ന ചർച്ചയിൽ കാഫിറുകളും മുനാഫിക്കുകളും ഉൾപ്പെടുകയില്ല എന്ന വസ്തുത നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, മനുഷ്യരിലെ സ്വാലിഹുകൾക്കാണ് മലക്കുകളെക്കാൾ ഉത്കൃഷ്ടത എന്ന് വിശ്വസിക്കുന്നവർ അതിന് കൊണ്ടുവരുന്ന ഒന്നാമത്തെ തെളിവാണ് ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി അള്ളാഹു മലക്കുകളോട് പറഞ്ഞ ഈ കാര്യം. അദ്ദേഹത്തിന് ശ്രേഷ്ഠതയില്ലായിരുന്നുവെങ്കിൽ മലക്കുകളോട് അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുവാൻ അള്ളാഹു ആവശ്യപ്പെടുകയില്ലായിരുന്നു എന്നാണ് ഈ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പ്രത്യേകമായി പഠിപ്പിക്കുന്ന വിഷയം. എന്നാൽ മുൻകഴിഞ്ഞ ചില ആളുകൾ മലക്കുകൾ സുജൂദ് ചെയ്തത് ആദമിനല്ലായിരുന്നുവെന്നും അദ്ദേഹത്തെ കിബിലയാക്കി അവർ അള്ളാഹുവിന് തന്നെയാണ് സുജൂദ് ചെയ്തത് എന്നുള്ള രൂപത്തിൽ ഈ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ച ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞതുപോലെയാണ് സംഗതിയെങ്കിൽ പണ്ഡിതന്മാർ പറയുകയാണ്, സഹോദരങ്ങളെ, അവിടെ അള്ളാഹു കൽപ്പിക്കേണ്ടത് ഇസ്ജുദൂ ഇലാ ആദമ എന്നായിരിക്കണം. നിങ്ങൾ ആദമിലേക്ക് തിരിഞ്ഞു സുജൂദ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന രൂപത്തിലായിരിക്കണം. ഈ ആയത്തിൽ അവിടെ അങ്ങനെയല്ല ഉള്ളത്. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഇസ്ജുദൂ ലി ആദമ എന്നാണ്. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണമെന്നാണ്. ഇസ്ജുദൂ ഇലാ ആദമ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവിടെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഇബ്ലീസ് അത് വിസമ്മതിച്ചു എന്നാണ്. ഇബ്ലീസ് അങ്ങനെ സുജൂദ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആദമിനെ കിബിലയാക്കിക്കൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന എങ്കിൽ ഇബ്ലീസിന് അത് ഒരിക്കലും വിസമ്മതിക്കേണ്ട ഒരു ആവശ്യം കടന്നു വരുന്നില്ല. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദമിന് മുന്നിൽ മലക്കുകൾ സുജൂദ് ചെയ്തത് അത് അള്ളാഹുവിനുള്ള ആരാധനയും അള്ളാഹുവിനുള്ള അനുസരണയും അള്ളാഹുവിന്റെ പ്രതിഫലം തേടിക്കൊണ്ടുള്ള ഒരു സൽക്കർമ്മവുമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരിലെ സ്വാലിഹുകൾക്കാണ് മലക്കുകളെക്കാൾ ഉത്കൃഷ്ടത എന്നറിയിക്കുന്ന വേറെയും ധാരാളം തെളിവുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് അതാത് സന്ദർഭങ്ങളിൽ അള്ളാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ നമുക്ക് വിശദമായി തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. എങ്കിലും ഈ വിഷയത്തിൽ ഇരുവാദങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട്
ഇരുവാദങ്ങളും ആ വാദങ്ങളുടെ ഒരു സംഗ്രഹം നടത്തിയ പണ്ഡിതന്മാരുണ്ട് സഹോദരങ്ങളെ. മനുഷ്യരാണോ അതല്ല മലക്കുകൾക്കാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത എന്നുള്ളത്, ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, മനുഷ്യന്റെ ലക്ഷ്യപ്രാപ്തിയെ പരിഗണിക്കുമ്പോൾ അവരിലെ സ്വാലിഹുകളാണ് ഏറ്റവും ഉത്കൃഷ്ടർ. അഥവാ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുകയും ഉന്നത പദവികളിൽ വസിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുകയും തന്റെ അധിക സാമീപ്യം അവർക്കവൻ നൽകുകയും അവരുടെ മുമ്പാകെ അവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ അവന്റെ ആദരണീയ മുഖം ദർശിച്ച് ആനന്ദിക്കുവാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ മലക്കുകളാകട്ടെ തങ്ങളുടെ റബ്ബിന്റെ അനുമതിയോടെ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നതാണ്. എന്നാൽ പ്രാരംഭാവസ്ഥയെ പരിഗണിക്കുമ്പോൾ മലക്കുകളാണ് ഉത്കൃഷ്ടർ. മലക്കുകൾ ഇപ്പോൾ റഫീഖുൽ അലയിലാണുള്ളത്. ആദം സന്താനങ്ങളെ ബാധിക്കാവുന്ന സകല തിന്മകളിൽ നിന്നും ആ മലക്കുകൾ ഇപ്പോൾ പരിശുദ്ധരാണ്. റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് അവർ. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠർ അത് മലക്കുകൾ തന്നെ എന്നതിൽ സന്ദേഹമില്ല എന്നാണ് സഹോദരങ്ങളെ ഈ രൂപത്തിൽ പണ്ഡിതന്മാര് പറയുന്നത്. ഇതാണ് മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികൾ. ഇനി നമുക്ക് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഇബ്ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.